ഹലോ സ്റ്റുഡൻസ്, നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള രീതിയാണ്. ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം. അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡുണ്ട്. അതിനകത്തുനിന്ന് ഒരു മെത്തേഡിൻ്റെ പേര് ലോങ് ഡിവിഷൻ മെത്തേഡ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേര് പവർ സീരീസ് എക്സ്പാൻഷൻ മെത്തേഡ്. ലോങ് ഡിവിഷൻ മെത്തേഡ് അല്ലെങ്കിൽ പവർ സീരീസ് എക്സ്പാൻഷൻ മെത്തേഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ സെഡ് ട്രാൻസ്ഫോമിൻ്റെ ROCയിലാണ്. നമുക്ക് സെഡ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം എക്സ് ഓഫ് സെഡ് ഈസ് ബേസിക്കലി സമ്മേഷൻ n ഈസ് ഈക്വൽ ടു -∞ തൊട്ട് ഇൻഫിനിറ്റി വരെ എക്സ് ഓഫ് n multiplied with z raised to power -n. ഓക്കെ, ഇനി ഇതിനകത്ത് ഞാനിതിനെ എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ, സപ്പോസ് -∞ ആണെങ്കിൽ എക്സ് ഓഫ് -∞ z raised to power -∞. അങ്ങനെ -∞ സപ്പോസ് വന്ന് എക്സ് ഓഫ് -3 z ഓഫ് -3 അല്ല, ഇവിടെ z ഓഫ് +3. കാരണം എന്നിൻ്റെ വാല്യൂ എന്താണോ അതിനെ -1 ആക്കിയിട്ട് എടുക്കണം, -n ആക്കിയിട്ട് എടുക്കണം. സോ നെക്സ്റ്റ് എക്സ് ഓഫ് -4 z ഓഫ് -2. ഓക്കെ, സോ എക്സ് ഓഫ് -2 z raised to power 2 plus x of -1 z raised to power 1 plus ഇനി x of 0 ആണ്, z raised to power 0 plus x of 1 z raised to power -1 plus x of 2 z raised to power -2. അങ്ങനെ നമുക്ക് പോയി ലാസ്റ്റിൽ എക്സ് ഓഫ് ഇൻഫിനിറ്റി z raised to power -∞. അപ്പോൾ ഒരു എക്സ് ഓഫ് n, ഈ പറയുന്ന നമ്മുടെ എക്സ് ഓഫ് n, നമ്മൾ പറയുന്ന ഈ എക്സ് ഓഫ് n അതൊരു റൈറ്റ് ഹാൻഡഡ് സീക്വൻസ് ആണെങ്കിൽ, റൈറ്റ് ഹാൻഡഡ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ അത് എവിടുന്ന് എവിടം വരെ എക്സിസ്റ്റ് ചെയ്യുന്നത്, 0 നിന്ന് ഇൻഫിനിറ്റി വരെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടം വരെ ഉള്ളതേ കിട്ടുകയുള്ളൂ. അപ്പോൾ നോക്കിക്കേ, സെഡിൻ്റെ പവേഴ്സ് എല്ലാം ഇവിടെ നെഗറ്റീവിലാണ്. കറക്റ്റ് അല്ലേ? സെഡിൻ്റെ പവേഴ്സ് എല്ലാം ഇവിടെ നെഗറ്റീവിലാണ്. അതേസമയം നമുക്ക് RHS എന്ന് പറയുന്നത് നമ്മുടെ ഒരു, ലെറ്റ് മീ ടേക്ക് എ ഡിഫറെൻറ്റ് കളർ. സപ്പോസ് RHSന് പകരം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇക്വേഷൻ ആണെങ്കിൽ, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇക്വേഷന് നമ്മൾക്ക് ബേസിക്കലി വരുന്നത് -1 നിന്ന് -∞ പോകുന്നതാണ്. അപ്പോൾ അത് നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം ഇവിടുന്ന് വരും, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. കറക്റ്റ്? അപ്പോൾ ഇതാണ് നമ്മൾക്ക് ബേസിക്കലി മനസ്സിലാവുന്നത്, ദാറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇക്വേഷനിൽ സെഡിൻ്റെ പവേഴ്സ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പം റീജിയൻ ഓഫ് കൺവേർജൻസ് വെച്ചിട്ട് നമുക്കറിയാം, റീജിയൻ ഓഫ് കൺവേർജൻസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സീക്വൻസിന് ഇൻസൈഡ് ദ സർക്കിളാണ് റീജിയൻ ഓഫ് കൺവേർജൻസ്. അതേസമയം റൈറ്റ് ഹാൻഡഡ് സീക്വൻസ് ആണെങ്കിൽ നമുക്കത് വരുന്നത് എന്താണ്, ഔട്ട്സൈഡ് ദ സർക്കിളാണ്. അപ്പോൾ റൈറ്റ് ഹാൻഡഡ് സീക്വൻസിൻ്റെ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുവാണെങ്കിൽ, ഓബ്വിയസ്ലി നമുക്ക് വേണ്ട പവേഴ്സ്, സെഡിൻ്റെ പവേഴ്സ് എല്ലാം നെഗറ്റീവായിട്ടുള്ളത് മാത്രം മതി. അതേസമയം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെയാണ് നമ്മൾ തിരയാൻ വേണ്ടിയിട്ട് പോകുന്നതെങ്കിൽ നമുക്ക് പോസിറ്റീവ് പവേഴ്സ് ഓഫ് സെഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു കാര്യം ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ബേസിസിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്.
സപ്പോസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയ സെഡ് ട്രാൻസ്ഫോം, ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം ഒരു ഇക്വേഷൻ എച്ച് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു ഇതാണെന്ന് കൺസിഡർ ചെയ്യാം. സോ ഇവിടെ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും, ഈ രണ്ട് ഇക്വേഷൻ ഇതിനകത്ത് ന്യൂമറേറ്റർ പോർഷനുണ്ട്, ഡിനോമിനേറ്റർ പോർഷനുണ്ട്, കറക്റ്റ് അല്ലേ? ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഞാൻ നോക്കുകയാണെങ്കിൽ ന്യൂമറേറ്റർ ഈസ് ഇൻക്രീസിങ് പവർ ഓഫ് സെഡ് ഇൻവേഴ്സ് ആണ്. അതായത് നോക്കിക്കേ, ആദ്യം സെഡ് റേസ് ടു പവർ -1, പിന്നെ അതിനേക്കാൾ കൂടിയ പവർ സെഡ് റേസ് ടു പവർ -2. ഇവിടെയാണെങ്കിലും സെഡ് റേസ് ടു പവർ 0, അത് കഴിഞ്ഞാൽ സെഡ് റേസ് ടു പവർ -1, പിന്നെ സെഡ് റേസ് ടു പവർ -2. അപ്പോൾ ഇത് ഇൻക്രീസിങ് പവേഴ്സ് ഓഫ് സെഡ് ഇൻവേഴ്സ് ആണ്. ഇതിനെ ഡിക്രീസിങ് പവർ ഓഫ് സെഡ് ഇൻവേഴ്സ് ആയിട്ട് നമ്മൾ എഴുതണമെങ്കിൽ ഈ സെയിം ഇക്വേഷനെ വേറെ ഒന്നും നമ്മൾ ചെയ്യാനില്ല, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നേരെ ഹയർ പവർ ആദ്യം എഴുതുക ന്യൂമറേറ്ററിൽ. ഫോർ എക്സാമ്പിൾ ന്യൂമറേറ്ററിൽ ഹയർ പവർ സെഡ് റേസ് ടു പവർ -2, പിന്നെ അടുത്ത പവർ സെഡ് റേസ് ടു പവർ -1. അതേസമയം ഡിനോമിനേറ്ററിലാണെങ്കിൽ നമുക്കത് ഹയർ പവർ 1/8 സെഡ് റേസ് ടു പവർ -2 എവിടുന്ന് കിട്ടി? ഇവിടുന്ന് കിട്ടി. പിന്നെ അതിനേക്കാളും കുറഞ്ഞ പവർ -3/4 ആണ്. ഞാനത് കറക്റ്റായിട്ട് എഴുതണം. സോ -3/4 സെഡ് ഇൻവേഴ്സ്, പിന്നെ ലാസ്റ്റിൽ +1. അപ്പോൾ നോക്കിക്കേ, ഇതെന്തായി? ഇത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഞാൻ പറയുവാണെങ്കിൽ തന്നെ ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഡിക്രീസിങ് പവർ ഓഫ് സെഡ് ഇൻവേഴ്സ് ആണ്. ഓക്കെ, ഇനി ഇതിനെ എനിക്ക് വേറൊരു രീതിയിൽ എഴുതാൻ പറ്റും. എങ്ങനെയാണ് വേറെ രീതിയിൽ നമുക്ക് എഴുതുന്നത്? സപ്പോസ് ഇതിനകത്തെ ഡിനോമിനേറ്ററുടെ ഹയ്യസ്റ്റ് പവർ ഞാൻ എടുക്കുകയാണ്. ഡിനോമിനേറ്ററുടെ ഹയ്യസ്റ്റ് പവർ എന്താണ്? ഡിനോമിനേറ്ററുടെ ഹയ്യസ്റ്റ് പവർ സെഡ് റേസ് ടു പവർ -2 ആണ്. അപ്പോൾ അത് ഞാൻ വെളിയിലോട്ട് എടുക്കുകയെന്ന് വിചാരിച്ചു. സോ സെഡ് റേസ് ടു പവർ -2 ഞാൻ വെളിയിലെടുത്തെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? 1/8, കറക്റ്റ്, -3/4. ഇനി സെഡ് റേസ് ടു പവർ -1 വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? ഒരു സെഡ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, കറക്റ്റ്. പിന്നെ ഇപ്പുറത്തുനിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് +z², കറക്റ്റ് അല്ലേ? യെസ്. അതേസമയം ന്യൂമറേറ്ററിൽ നമുക്ക് ബാക്കി എന്താണ് കിട്ടുന്നത്? ഞാൻ ന്യൂമറേറ്ററിൽ ബാക്കി വരുന്ന ഇതാണ്. അപ്പോൾ ഞാനത് ഒന്നും കൂടി എഴുതുവാണ്. അപ്പോൾ അത് നമുക്ക് വരുന്നത് സെഡ് റേസ് ടു പവർ -2 വരുന്നു, പ്ലസ് സെഡ് റേസ് ടു പവർ -1 വരുന്നു. ഇനി ഈ സെഡ് റേസ് ടു പവർ -2 ന്യൂമറേറ്ററിൻ്റെ എല്ലാ വാല്യൂസായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ എനിക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് എന്താണ്? മേളിൽ ന്യൂമറേറ്ററിൽ എന്താണ് കിട്ടാൻ പോകുന്നത്? 1 + z കിട്ടും, കറക്റ്റ് അല്ലേ? ഇതേ നോക്കിക്കേ, ഇത് സെഡ് റേസ് ടു പവർ -2 ഡിനോമിനേറ്ററിലുള്ള സെഡ് റേസ് ടു പവർ -2 ആയിട്ട് പോവുകയാണെങ്കിൽ 1 വരും. ദിസ് സെഡ് റേസ് ടു പവർ -1 ഡിവൈഡഡ് ബൈ സെഡ് റേസ് ടു പവർ -2 ഇട്ടാൽ 1 + z വരും. ബാക്കി ന്യൂമറേറ്ററിൽ എന്താ ഉള്ളത്? 1/8 -3/4z + z². അപ്പോൾ ഇതെനിക്ക് എന്തായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും? ഇതെനിക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഇൻക്രീസിങ് പവർ ഓഫ് z ആണ്, കറക്റ്റ് അല്ലേ? അതേപോലെ എനിക്ക് ഇത് ഡിക്രീസിങ് പവർ ഓഫ് z ആയിട്ട് എഴുതണമെങ്കിൽ നമ്മൾ ഞാനിവിടെ എഴുതാം. ഡിക്രീസിങ് പവർ ഓഫ് z ആയിട്ട് എഴുതണമെങ്കിൽ ആദ്യത്തെ ഹയസ്റ്റ് പവർ ആദ്യം എഴുതുക. അപ്പം z +1 ഡിനോമിനേറ്ററിൽ എന്ത് വരും? ആദ്യ ഹയസ്റ്റ് പവർ ഏതാ? z². അപ്പോൾ z² -3/4z + 1/8, കറക്റ്റ്. അപ്പം എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇൻക്രീസിങ് അല്ല, ഡിക്രീസിങ് പവേഴ്സ് ഓഫ് z ആണ്. ഡിക്രീസിങ് പവേഴ്സ് ഓഫ് z ആണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്.
അപ്പം ഞാനിത് ബേസിക്കലി കാണിക്കാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഏതൊരു എച്ച് സെഡ് അല്ലെങ്കിൽ എക്സ് ഓഫ് സെഡ് അല്ലെങ്കിൽ സെഡ് ട്രാൻസ്ഫോമിൻ്റെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇതേപോലെ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ രണ്ട് പോളിനോമിയലായിട്ട് കിട്ടുവാണെങ്കിൽ എനിക്കതിനെ വേണമെങ്കിൽ ഇൻക്രീസിങ് പവേഴ്സ് ഓഫ് സെഡ് ഇൻവേഴ്സ് അല്ലെങ്കിൽ ഡിക്രീസിങ് പവർ ഓഫ് സെഡ് ഇൻവേഴ്സ് അല്ലെങ്കിൽ ഇൻക്രീസിങ് പവർ ഓഫ് സെഡ് അല്ലെങ്കിൽ ഡിക്രീസിങ് പവർ ഓഫ് സെഡ് ആയിട്ട് എഴുതാം. ഇത് എഴുതുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആൻസർ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ കൂടെ ഒരു ROC തന്നിട്ടുണ്ടാവും. അതായത് എച്ച് ഓഫ് സെഡിൻ്റെ ഇക്വേഷൻ ഇതാണ് വിത്ത് ROC അവരെങ്ങനെ എഴുതും നമുക്കറിയാം. റീജിയൻ ഓഫ് കൺവേർജൻസ് എഴുതുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് സെഡ് ഐദർ ലെസ് ദാൻ എ ഓർ ഗ്രേറ്റർ ദാൻ എ. അപ്പോൾ ലെസ് ദാൻ എ ആണെങ്കിൽ ഇൻസൈഡ് ദ സർക്കിൾ, ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ ഇത് ലെസ് ദാൻ എക്ക് പകരം ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ ഔട്ട്സൈഡ് ദ സർക്കിൾ. ഇതാണ് നമ്മൾ ബേസിക്കലി പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഇത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ROC മനസ്സിലാക്കിയിട്ട് ഒന്നെങ്കിൽ ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഐദർ ഇൻക്രീസിങ് പവർ ഓഫ് സെഡ് ഇൻവേഴ്സ് അല്ലെങ്കിൽ ഡിക്രീസിങ് പവർ ഓഫ് സെഡ് ഇൻവേഴ്സ് അല്ലെങ്കിൽ ഇൻക്രീസിങ് പവർ ഓഫ് സെഡ് അല്ലെങ്കിൽ ഡിക്രീസിങ് പവർ ഓഫ് സെഡ് ചൂസ് ചെയ്യണം. അത് ചൂസ് ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്താണ് നമുക്കത് നോക്കാം. അപ്പോൾ ബേസിക് റൂൾ ഇതാണ്. നമുക്കൊരു റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേഷനാണ്, അതായത് ROC റൈറ്റ് ഹാൻഡ് സൈഡ് ആണെങ്കിൽ നമ്മുടെ ROC ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ, അതായത് ഔട്ട്സൈഡ് ദ സർക്കിൾ ആണെങ്കിൽ, ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ഔട്ട്സൈഡ് ദ സർക്കിളാണ് നമ്മുടെ റീജിയൻ ഓഫ് കൺവേർജൻസ് വരുന്നതെങ്കിൽ അതൊരു റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേഷൻ ആയിട്ടായിരിക്കും എക്സ് ഓഫ് എന്നിൻ്റെ വാല്യൂ വരുന്നത്. അതായത് എക്സ് ഓഫ് എൻ അല്ലെങ്കിൽ എച്ച് ഓഫ് എൻ അത് റൈറ്റ് ഹാൻഡ് സൈഡ് ആയിരിക്കും. അതേസമയം റീജിയൻ ഓഫ് കൺവേർജൻസ് ഇൻസൈഡ് ദ സർക്കിൾ ആണെങ്കിൽ അതൊരു ലെഫ്റ്റ് ഹാൻഡഡ് സീക്വൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ROC ഔട്ട്സൈഡ് ദ സർക്കിൾ ആണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂള് ഇത് രണ്ടുമാണ്. അതായത് ഒന്നെങ്കിൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് സെഡ് ഇൻവേഴ്സിൽ നമ്മൾ ഇക്വേഷൻ അറേഞ്ച് ചെയ്യണം. ഇൻക്രീസിങ് ഓർഡർ ഓഫ് സെഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നമ്മളിവിടെ വരച്ച മാതിരി നോക്കിക്കേ, ഇത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് സെഡ് ഇൻവേഴ്സ് ആണ്. നോക്കിക്കേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് സെഡ് ഇൻവേഴ്സിൻ്റെ പവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഡിനോമിനേറ്ററിലും അത് തന്നെ. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ അതെടുക്കണം, അങ്ങനെ ഇക്വേഷൻ അറേഞ്ച് ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ ഡിക്രീസിങ് ഓർഡർ ഓഫ് സെഡ്. അപ്പോൾ ഡിക്രീസിങ് ഓർഡർ ഓഫ് സെഡ് എവിടെയാണ് നോക്കിക്കേ, ഇതാണ് ഡിക്രീസിങ് ഓർഡർ ഓഫ് ഇതും ഇൻക്രീസിങ് ഓർഡർ ഓഫ് സെഡ് ആണ്, ഇതാണ് ഡിക്രീസിങ് ഓർഡർ ഓഫ് സെഡ്. അപ്പം ഒന്നെങ്കിൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് സെഡ് ഇൻവേഴ്സ് അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ ഓഫ് സെഡ്. അതായിരിക്കണം നമ്മൾ ഇക്വേഷനെ മാറ്റിയെടുക്കേണ്ടത്. അത് ഒരു ഔട്ട്സൈഡ് ദ സർക്കിൾ ROC അല്ലെങ്കിൽ RHS റൈറ്റ് ഹാൻഡഡ് സീക്വൻസ് ആണ് ആൻസർ ആയിട്ട് കിട്ടേണ്ടതെങ്കിൽ ചെയ്യേണ്ടത്. അതേസമയം ROC നമുക്ക് ഇൻസൈഡ് ദ സർക്കിളാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ദാറ്റ് ഇൻസൈഡ് ദ സർക്കിളിന് വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഡിക്രീസിങ് ഓർഡർ ഓഫ് സെഡ് ഇൻവേഴ്സ് അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് സെഡ്, ഇവിടെ സെഡ് ഇൻവേഴ്സ് എന്ന് എഴുതി, ഇൻക്രീസിങ് ഓർഡർ ഓഫ് സെഡ്. അപ്പോൾ ഒന്നെങ്കിൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് സെഡ് അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ ഓഫ് സെഡ് ഇൻവേഴ്സിൽ അതിനെ മാറ്റണം. അപ്പം എന്താണ് ഡിക്രീസിങ് ഓർഡർ ഓഫ് സെഡ് ഇൻവേഴ്സ് നോക്കിക്കേ, ഇവിടെയാണ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതാണ് ഡിക്രീസിങ് ഓർഡർ ഓഫ് സെഡ് ഇൻവേഴ്സിൽ ഇക്വേഷൻ വരുന്നത്, കണ്ടോ, അതാണ് ഡിക്രീസിങ് പവർ ഓഫ് സെഡ് ഇൻവേഴ്സ്. അപ്പോൾ ഇതാണ് ഡിക്രീസിങ് ഓർഡർ ഓഫ് സെഡ് ഇൻവേഴ്സ്. അതേസമയം ഇത് നോക്കുവാണെങ്കിൽ, ഈ ഇക്വേഷൻ നോക്കുവാണെങ്കിൽ ഇത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് സെഡ് ആണ്, ഇൻക്രീസിങ് ഓർഡർ ഓഫ് സെഡ്. സോ ഈ രണ്ട് കേസിലും ROCയുടെ വ്യത്യാസം അനുസരിച്ചിട്ട് എച്ച് ഓഫ് സെഡിൻ്റെ ഇക്വേഷൻ നമ്മൾ തിട്ടപ്പെടുത്തി എടുക്കണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ജസ്റ്റ് നോക്കുക. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ടിപ്പിക്കലായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് സെഡിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഫോർ ROC ഫസ്റ്റ് കേസിൽ തന്നിരിക്കുന്ന ROC
സെഡ് ഗ്രേറ്റർ ദാൻ എ ആണ്, അതിൻ്റെ അർത്ഥം അത് ഔട്ട്സൈഡ് ദ സർക്കിളാണ്. കറക്റ്റ് അല്ലേ? രണ്ടാമത്തത് ലെസ് ദാൻ എ ആണ്, അതായത് ഇൻസൈഡ് ദ സർക്കിളാണ്. അപ്പോൾ ഈ ഗ്രേറ്റർ ദാൻ എ, അതായത് ഫസ്റ്റ് കേസ് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് കേസ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സെഡ് ഗ്രേറ്റർ ദാൻ എ, അതായത് നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഔട്ട്സൈഡ് ദ സർക്കിൾ. ഔട്ട്സൈഡ് ദ സർക്കിൾ. അപ്പോൾ ഔട്ട്സൈഡ് ദ സർക്കിളിൻ്റെ കേസിൽ വരുവാണെങ്കിൽ നമുക്ക് ആൻസർ എന്ത് വരുമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി റൂള് ഔട്ട്സൈഡ് ദ സർക്കിൾ ആണെങ്കിൽ അല്ലേ, ഇതാണല്ലോ. അപ്പോൾ ഔട്ട്സൈഡ് ദ സർക്കിൾ ആണെങ്കിൽ ഒന്നെങ്കിൽ ഇൻക്രീസിങ് ഓർഡേഴ്സ് ഓഫ് സെഡ് ഇൻവേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ ഓഫ് സെഡ് ആയിരിക്കണം. ഇപ്പം നമുക്ക് സെഡ് ഇൻവേഴ്സ് ആണ് ഈ ഇക്വേഷനിലിരിക്കുന്ന സെഡ് ഇൻവേഴ്സ് ആണ്, സെഡ് അല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ബേസിക്കലി ഇതിനെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് സെഡ് ഇൻവേഴ്സിൽ എഴുതണം, വിച്ച് ആക്ച്വലി ഓൾറെഡി ഇത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് സെഡ് ആണ്. കണ്ട, ഇവിടെ സെഡ് റേസ് ടു പവർ 0 ആണ്, ഇവിടെ സെഡ് റേസ് ടു പവർ -1 ആണ്. സോ ഇറ്റ് ഈസ് ആക്ച്വലി ഇൻക്രീസിങ് പവർ ഓഫ് സെഡ് ഇൻവേഴ്സ്. ഓൾറെഡി അങ്ങനെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്? ലോങ് ഡിവിഷൻ മെത്തേഡ്. നമ്മൾ പോളിനോമിയൽ ഡിവിഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അത് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 1 മൈനസ് എ സെഡ് ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ 1 ഡിവൈഡഡ് ബൈ ദിസ്. ഓക്കെ, അപ്പം നമ്മൾ പോളിനോമിയൽ എങ്ങനെയാണ് നമ്മൾ ഡിവിഷൻ ചെയ്യുന്നതെന്ന് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഈ 1 കിട്ടണമെങ്കിൽ നമ്മൾ ഈ 1ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? 1 തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. കറക്റ്റ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് 1 മൈനസ് എ സെഡ് ഇൻവേഴ്സ്. ഇത് മൈനസ് ചെയ്യണമല്ലോ. സോ 1 മൈനസ് 1 ഇസ് 0. അത് കുഴപ്പമില്ല. 0 മൈനസ് ഓഫ് മൈനസ് എ വിൽ ബിക്കം പ്ലസ് എ സെഡ് ഇൻവേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മളിവിടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം ഇതിൻ്റെ കൂടെ? സോ ദാറ്റ് വി ഗെറ്റ് എ സെഡ് ഇൻവേഴ്സ്. ഒബ്വിയസ്ലി കണ്ടാൽ തന്നെ മനസ്സിലാവും, പ്ലസ് എ സെഡ് ഇൻവേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് 1 ഇൻറ്റു എ സെഡ് ഇൻവേഴ്സ് ഈസ് എ സെഡ് ഇൻവേഴ്സ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് മൈനസ് ഓഫ് എ സ്ക്വയർ സെഡ് റേസ് ടു പവർ -2. സബ്സ്ട്രാക്റ്റ് ചെയ്യാം. സബ്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ വാല്യൂ 0 ആവും, രണ്ടാമത്തെ വാല്യൂ 0 മൈനസ് ആയതുകൊണ്ട് എ സ്ക്വയർ സെഡ് ഇൻവേഴ്സ് റേസ് ടു പവർ 2. സോ സെഡ് റേസ് ടു പവർ -2. ഇനി അടുത്തത് ഓബ്വിയസ്ലി ഇവിടെ 1ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? നമ്മൾ 1ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എ സ്ക്വയർ സെഡ് റേസ് ടു പവർ -2. എങ്കിൽ മാത്രമേ ഇവിടെ എ സ്ക്വയർ സെഡ് റേസ് ടു പവർ -2 വരത്തുള്ളൂ. അടുത്തത് എന്ത് വരും? മൈനസ് എ ക്യൂബ് സെഡ് റേസ് ടു പവർ -3 വരും. കറക്റ്റ്? അതിൻ്റെ നമ്മൾ മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന ഇവിടെ പ്ലസ് എ ക്യൂബ് സെഡ് റേസ് ടു പവർ -3 കിട്ടും. ഓക്കെ, അതാണെങ്കിൽ വീണ്ടും നമ്മളിവിടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? പ്ലസ് എ ക്യൂബ് സെഡ് റേസ് ടു പവർ -3 ആണ് നമ്മൾ വീണ്ടും മൾട്ടിപ്ലൈ. അങ്ങനെ നമുക്ക് പലതും മൾട്ടിപ്ലൈ ചെയ്ത് മുമ്പിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് ബേസിക്കലി ആൻസർ എന്താണ്? ഈ കാണുന്ന വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. ദെയർഫോർ നമ്മൾ ആ ഡിവിഷൻ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് എക്സ് ഓഫ് സെഡ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, ഞാനത് വേറൊരു കളറിൽ എഴുതാം. അപ്പോൾ നമുക്ക് എക്സ് ഓഫ് സെഡ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 1 പ്ലസ് എ സെഡ് ഇൻവേഴ്സ് പ്ലസ് എ സ്ക്വയർ സെഡ് റേസ് ടു പവർ -2 പ്ലസ് എ ക്യൂബ് സെഡ് റേസ് ടു പവർ -3 അങ്ങനെ മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷൻ ഉണ്ടല്ലോ, ഫസ്റ്റ് ഇക്വേഷൻ എക്സ് ഓഫ് സെഡിൻ്റെ നമ്മൾ എക്സ്പാൻഷൻ നമ്മൾ എഴുതിയായിരുന്നു, ഓർമ്മയുണ്ടോ? ഈ ഇക്വേഷൻ എക്സ് സെഡിൻ്റെ എക്സ്പാൻഷൻ എഴുതിയപ്പോഴത്തേക്ക് നമ്മൾ കണ്ടു നെഗറ്റീവ് പവേഴ്സ് ഓഫ് സെഡിൽ വരാൻ പോകുന്നത് എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1 വാല്യൂസാണ്. കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ എന്തായിട്ട് എഴുതും? ഇത് എക്സ് ഓഫ് 0 ആണ്. സോ എക്സ് ഓഫ് n ഇനി ഞാൻ എഴുതണമെന്നുണ്ടെങ്കിൽ എക്സ് ഓഫ് n
വിൽ ബി, ഇത് നമ്മുടെ എക്സ് ഓഫ് 0 ആണ്, അത് 1 ആണ്, കോമ നെക്സ്റ്റ് വാല്യൂ ഇതെന്താണ്, എക്സ് ഓഫ് 1 ആണ്, അതായത് ഇത് എ, നെക്സ്റ്റ് ഇത് എ സ്ക്വയർ, പിന്നെ എ പ്ലസ് അല്ല എഴുതേണ്ടത്, സോറി, നമ്മൾ എഴുതേണ്ടത് കോമ. ഓക്കെ, കോമ എ ക്യൂബ്, സോറി വീണ്ടും പ്ലസ് അല്ല, അടുത്ത വാല്യൂ നമ്മൾ എഴുതണം, കോമ, അങ്ങനെ 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 വാല്യൂസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ആൻസർ, സിമ്പിൾ ആൻസറാണ്. ഏത് ആർ ഒ സിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ഔട്ട്സൈഡ് ദ സർക്കിൾ ആർ ഒ സിക്ക് വേണ്ടിയിട്ടാണ്. ഇനി രണ്ടാമത്തെ ആർ ഒ സി എന്താണ്? രണ്ടാമത്തെ കേസിൽ നമുക്ക് കിട്ടുന്നത് ഇൻസൈഡ് ദ സർക്കിളാണ്. കറക്റ്റ് അല്ലേ? ഇൻസൈഡ് ദ സർക്കിൾ, ബി കേസ്. അപ്പോൾ അതിനകത്ത് ഇൻസൈഡ് ദ സർക്കിൾ ആണെങ്കിൽ നമ്മളുടെ റൂൾ എന്താണ്? ഇൻസൈഡ് ദ സർക്കിളിൽ നമ്മുടെ റൂൾ പറയുന്നത് ഇത്, ഇൻസൈഡ് ദ സർക്കിളിൽ നമ്മളുടെ റൂൾ പറയുന്നത് ഡിക്രീസിങ് ഓർഡർ ഓഫ് സെഡ് ഇൻവേഴ്സ് ആയിരിക്കണമെന്ന്. അതായത് സെഡ് ഇൻവേഴ്സിൻ്റെ പവർ മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം കുറഞ്ഞുകൊണ്ടിരിക്കണം. അതായത് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ, ഈ സെയിം എക്സ് സെഡിൻ്റെ ഇക്വേഷൻ ഞാൻ ഒന്നും കൂടി എഴുതുവാണ്. അപ്പം നമുക്ക് ജസ്റ്റ് എഴുതാത്. സോ എക്സ് ഇതല്ല, ക്യാപിറ്റൽ എക്സ് ഓഫ് സെഡ് അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ എക്സ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എ സെഡ് ഇൻവേഴ്സ് ആയിരുന്നു. ഇതിനെ എനിക്ക് ഡിക്രീസിങ് പവർ ഓഫ് സെഡ് ഇൻവേഴ്സ് വെച്ചിട്ട് എഴുതണമെങ്കിൽ മേളിൽ വേറെ ഒന്നും ഇല്ല, അത് കാരണം 1 തന്നെ. താഴെ ആദ്യം ഞാൻ മൈനസ് എ സെഡ് ഇൻവേഴ്സ് എഴുതും, അത് കഴിഞ്ഞിട്ട് പിന്നെ +1 എഴുതും. ഇനി ഞാൻ ലോങ് ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഈ ഇക്വേഷനെയാണ്, ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത ഇക്വേഷനെയാണ്, എങ്കിൽ മാത്രമേ എനിക്ക് കറക്റ്റ് ആൻസർ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നും കൂടി 1 which is to be divided by minus a z inverse +1. ഇനി പറയുക ഇവിടെ എന്ത് നമ്മൾ എഴുതണം കോഷ്യൻറ്റിൻ്റെ ഈ ഭാഗത്ത്, സോ ദാറ്റ് ഇവിടെ എനിക്ക് കിട്ടാൻ പോകുന്നത് 1 ആണ്. അപ്പോൾ അത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം മൈനസ് എ ഇൻവേഴ്സ് നമ്മൾ എഴുതേണ്ടി വരും. കറക്റ്റ് അല്ലേ? അപ്പോൾ ഞാനത് ഒന്ന് മായ്ക്കട്ടെ. ഓക്കെ, എ ഇൻവേഴ്സ്, സോറി, എ ഇൻവേഴ്സ് സെഡ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് 1 കിട്ടും. പ്ലസ് 1 ഇൻറ്റു കോഷ്യനിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ എഴുതുവാണെങ്കിൽ മൈനസ് എ ഇൻവേഴ്സ് സെഡ്, രണ്ടും കൂടി സബ്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വാല്യൂ 0 ആയി, സെക്കൻഡ് വാല്യൂ പ്ലസ് എ ഇൻവേഴ്സ് സെഡ്. ഇനി അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം ഇതിൻ്റെ കൂടെ, സോ ദാറ്റ് ഐ ഗെറ്റ് എ ഇൻവേഴ്സ് സെഡ്. ഒബ്വിയസ്ലി ഞാനിവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഇത് പ്ലസ് ആവണമല്ലോ, അതുകൊണ്ട് അതായത് ഇവിടെ പ്ലസ് ആവണം. അപ്പോൾ ഇവിടെ പ്ലസ് ആവണമെങ്കിൽ മൈനസിൻ്റെ കൂടെ വീണ്ടും ഞാൻ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, അടുത്തത് വീണ്ടും ഒരു മൈനസിനെയാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പം മൈനസ് എ ഇൻവേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ എ റേസ് ടു പവർ -2, സെഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ സെഡ് റേസ് ടു പവർ 2 നമ്പർ വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം. എങ്കിൽ എനിക്കിവിടെ എ ഇൻവേഴ്സ് സെഡ് കിട്ടും. രണ്ടാമത്തെ വാല്യൂ മൈനസ് എ റേസ് ടു പവർ -2 സെഡ് സ്ക്വയർ. അപ്പോൾ ഫസ്റ്റ് രണ്ടെണ്ണവും ക്യാൻസൽ ആയിപ്പോവും. രണ്ടാമത്തെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് എ റേസ് ടു പവർ -2 സെഡ് സ്ക്വയർ. ഓക്കെ, ഇനി ഇത് വീണ്ടും നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ എവിടെ പോയി, ഇതിൻ്റെ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്താണ് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ കൂടെ എനിക്ക് എ റേസ് ടു പവർ -2 കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ മിനിമം മൈനസ് എ റേസ് ടു പവർ -3 വെച്ചിട്ടെങ്കിലും ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് കിട്ടുകയുള്ളൂ. അപ്പം സെഡ് റേസ് ടു പവർ ക്യൂബ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ എ റേസ് ടു പവർ -2 സെഡ് റേസ് ടു പവർ 2 മൈനസ് എ റേസ് ടു പവർ -3 സെഡ് ക്യൂബ് കിട്ടും. ഓക്കെ, അങ്ങനെ ഇതും നമുക്ക് പുരോഗമിച്ച് മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കും.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് സെഡിൻ്റെ ആൻസർ എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്? എക്സ് ഓഫ് സെഡിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പം അനുസരിച്ചിട്ട് എക്സ് ഓഫ് സെഡ് കോഷ്യൻ്റ് മാത്രം ഞാൻ എഴുതുവാണ്. എക്സ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ മൈനസ് എ ഇൻവേഴ്സ് സെഡ് മൈനസ് എ റേസ് ടു പവർ മൈനസ് 2z സ്ക്വയർ മൈനസ് എ റേസ് ടു പവർ മൈനസ് 3z ക്യൂബ്. അങ്ങനെ ഹയർ പവേഴ്സ് ഓഫ് സെഡ് എനിക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇനി ഇത് ഞാൻ ഇനീഷ്യലി തന്ന ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്ത് ഇനീഷ്യലി തന്ന ഇക്വേഷൻ വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്യുക. നോക്കിക്കേ, ഇവിടെ പോസിറ്റീവ് പവേഴ്സ് ഓഫ് സെഡ് തുടങ്ങുന്ന എവിടുന്ന? എക്സ് ഓഫ് -1 വാല്യൂ, പിന്നെ അതിനേക്കാളും ഹയർ പവർ ഓഫ് സെഡ് എക്സ് ഓഫ് -2, പിന്നെ എക്സ് ഓഫ് -3. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത് എക്സ് ഓഫ് -1 ആണ്, ഇത് എക്സ് ഓഫ് -2 ആണ്, ഇത് എക്സ് ഓഫ് -3 ആണ്. അങ്ങനെ അങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ എനിക്ക് എക്സ് ഓഫ് എൻ ഇനി എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഓഫ് എൻ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്, ഞാൻ ബാക്കിലോട്ട് പോകണമല്ലോ, അപ്പോൾ ആദ്യം എക്സ് ഓഫ് -1 എഴുതണം. അപ്പോൾ എക്സ് ഓഫ് -1 എന്താ? മൈനസ് എ റേസ് ടു പവർ -1. നെക്സ്റ്റ് എക്സ് ഓഫ് -2 എഴുതണം. അതെത്രയാണ്? മൈനസ് എ റേസ് ടു പവർ -2. അടുത്തത് മൈനസ് എ റേസ് ടു പവർ -3. അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. കറക്റ്റ്? ഇപ്പോൾ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ഞാൻ ഫസ്റ്റ് വാല്യൂ, സീറോയിലുള്ള വാല്യൂ ഇവിടെ ഉണ്ടോ? സീറോയിലുള്ള വാല്യൂ ഇല്ല. അപ്പോൾ സീറോയിലുള്ള വാല്യൂ എഴുതിയാലല്ലേ എനിക്ക് ഒരു എന്താ പറയുന്നത്, എനിക്കൊരു ആരോ ഇടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം എക്സ് ഓഫ് 0 ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പേ എക്സ് ഓഫ് 0യുടെ വാല്യൂ എന്താണ്? 0. കാരണം അതിന് ഒരു വാല്യൂ ഇവിടെ നമ്മൾ ഇട്ടിട്ടില്ല. സോ 0 ഇട്ടിട്ട് ഇങ്ങനെ ഒരു ആരോവും കൂടി ഇടുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് ഓഫ് എൻ. നോക്കിക്കേ, എക്സ് ഓഫ് എൻ എനിക്ക് ഈ ഒരു ആർ ഒ സിയുടെ കേസിൽ കിട്ടിയിരിക്കുന്ന ഒരു ലെഫ്റ്റ് ഹാൻഡഡ് സീക്വൻസ് ആണ്. അതേസമയം ഫസ്റ്റ് ഇതെനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു റൈറ്റ് ഹാൻഡഡ് സീക്വൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഏതൊരു ഇക്വേഷനെയും അതിൻ്റെ ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക.